നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ഒരുപാട് ഹോട്ടലുകളാണ്. മുക്കിനും മൂലയ്ക്കും ഹോട്ടലുകളുണ്ട്. എന്നാൽ ചില ഹോട്ടലുകളിൽ തോന്നിയ വിലയാണ് അവർ ഈടാക്കുന്നത്. ഒരു മാർഗരേഖയും ഒന്നും തന്നെ നോക്കാതെ ഇഷ്ടമുള്ള വില അങ്ങ് വാങ്ങിക്കും, ഇഷ്ടമുള്ള സർവീസ് അങ്ങ് കൊടുക്കും, എന്ത് വേണോ അവരുടെ ഇഷ്ടപ്രകാരം അങ്ങ് ചെയ്യും. അതാരും ചോദിക്കാനും പാടില്ല. ഇങ്ങനെ നിരവധി ഹോട്ടലുകൾ നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അത് നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ്. ആ ഹോട്ടലിന്റെ പേര് ഉൾപ്പെടെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ അത് പൂർണ്ണമായും വായിക്കാം, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. തിരുവനന്തപുരം തമ്പാനൂർ ഓവർ ബ്രിഡ്ജിന് സമീപം അരുളകം എന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഞാനും അച്ഛനും അമ്മയും അനുജനും. അവിടെ നിന്ന് 4 നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. വന്നതോ ശബരിമലയിൽ കിട്ടുന്ന മാതിരി അര സ്പൂൺ മാവ് കല്ലിലൊഴിച്ച് കിണ്ണം കൊണ്ട് ഒറ്റവട്ടം ചുറ്റൽ ചുറ്റിയ മാതിരിയുള്ള കുമ്പിളിലാക്കിയ ഒരു ദോശ. ഒന്ന് ചുരുട്ടി കൈക്കുള്ളിൽ വെക്കാം. ബില്ല് വന്നപ്പോൾ ഒരു ദോശയ്ക്ക് വില 115. 1 കിലോ മാവിൽ ആ ദോശ കുറഞ്ഞത് 100 എണ്ണം ചുടാൻ കഴിയും. അതായത് 100 ഗുണം 115 നോക്കുകയാണെങ്കിൽ 11,500. ചോദിച്ചപ്പോ പറയുന്നു നെയ്യ് 950 രൂപയാണ്. അതിൽ നെയ്യ് അല്ലല്ലോ ഡാൽഡയാണല്ലോ എന്ന് പറഞ്ഞപ്പോ ബബ്ബ. അന്യായ വില വാങ്ങുന്നത് അധികൃതരെ അറിയിക്കുന്നതോടൊപ്പം ജനങ്ങളോടും എന്റെ കൂട്ടുകാരോടും ഒരു അപേക്ഷ. ആരും ഇങ്ങനെയുള്ള കൊള്ളയടിക്കുന്ന ഹോട്ടലിൽ പോകരുത്, മറ്റുള്ളവരെ ഇത് അറിയിക്കുകയും വേണം. താങ്ക്സ്. ഇങ്ങനെയായിരുന്നു ആ ഫേസ്ബുക്ക് കുറിപ്പ്. ഒരുപാട് കമന്റുകളും ലൈക്കുകളും ഒക്കെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതുപോലെയുള്ള നിരവധി ഹോട്ടലുകളാണ് ജംഗ്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ആഴ്ചക്കാഴ്ചക്ക് പുതിയ പുതിയ ഹോട്ടലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരാരും തന്നെ ഒരു കാര്യങ്ങളും നോക്കാതെ ഇഷ്ടമുള്ള വിലയും കൊടുത്ത് ഒരു തോന്നിയ പോലത്തെ സർവീസും കൊടുത്ത് വരുന്ന കസ്റ്റമറിനെ പുച്ഛിച്ച് വിടാറുള്ളതാണ് പതിവ്. ഇതുപോലെയുള്ള തീവെട്ടിക്കൊള്ള നടത്തുന്ന ഹോട്ടലുകൾ അടച്ചു പൂട്ടുകയാണ് യഥാർത്ഥത്തിൽ.